ഹൗസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ. അപ്പോൾ രാവിലെ പതുപോലെ ഒരു ചായ ഇട്ടാണ് തുടങ്ങിയത്. ചായയോടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചോറ് വെക്കാനൊക്കെ ഉണ്ട്. കഞ്ഞിക്ക് വെള്ളം വെച്ചു. അപ്പം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാണ് ഞാൻ അരി കഴുകുന്നത്. അപ്പോൾ അരിയൊക്കെ കഴുകി അടപ്പയിലിട്ടു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്. പുട്ടും ഗ്രീൻ പീസ് കറി. സാധാരണ പുട്ടും കടലക്കറിയും അല്ലേ കോമ്പിനേഷൻ. ഞങ്ങളുടെ ഇവിടെ നിന്ന് പുട്ടും ഗ്രീൻ പീസ് കറിയാണ്. ഹസ്ബൻഡിനുള്ള പുട്ട് ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയുള്ളൂ. ഇപ്പോൾ രാവിലെ 7 മണിയാകുമ്പോൾ ജോലിക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന് കഴിക്കാൻ കൊടുക്കുകയാണ്. പിന്നെ മക്കൾക്ക് 9:30 ആകുമ്പോൾ സ്കൂളിൽ പോയാൽ മതി. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ. ഇപ്പോൾ രാവിലെ പുട്ടും ഗ്രീൻ പീസ് കറിയും ചായയും കൂടെ കൊടുത്തു. ഞാൻ പുട്ടും ഗ്രീൻ പീസ് കറിയും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ പുട്ടും കടലക്കറിയും അല്ലെ പുട്ടും മുട്ടക്കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ആദ്യമായിട്ടാണ് പുട്ടും ഗ്രീൻ പീസ് കറിയും. പക്ഷെ കുഴപ്പമില്ലായിരുന്നെന്ന് പറഞ്ഞു. കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചില്ല. ഞാനും മക്കളും കഴിച്ചില്ല. കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ കാപ്പിയൊക്കെ കൊടുത്തു. അപ്പോൾ കാപ്പിക്കെല്ലാം കൊടുത്തു. നമ്മൾ പപ്പായ തോരനാണ്. തലേദിവസം അരിഞ്ഞു വെച്ചതാണ്. തലേദിവസം അരിഞ്ഞു വെച്ചുകൊണ്ട് രാവിലെ എളുപ്പമുണ്ടായിരുന്നു. കടുക് വറുത്തിട്ടാൽ മതി. പിന്നെ നമ്മുടെ വാളയാണ് ഇന്ന് കിട്ടിയത്. വാള കറിയാണ് അടപ്പയിലിരിക്കുന്നത്. അപ്പം മീൻകറിയെല്ലാം പറ്റി, തേങ്ങ അരച്ച മീൻകറിയാണ്. അപ്പം മീൻകറിയൊക്കെ പറ്റി വന്നിട്ടുണ്ട്. പിന്നെ അതൊരു 3-4 പീസ് വറക്കാനോടെ വെച്ചിട്ടുണ്ട്. അപ്പം മീൻകറിയും മീൻ വറുത്തതുമാണ്. പിന്നെ തോരനായിട്ടുണ്ട്. അപ്പം പൊതിക്ക് കൊണ്ടുപോകാനുള്ളവർക്കൊക്കെ ഉള്ളതൊക്കെ ആയിട്ടുണ്ട്. ചോറ് വെന്തില്ല. റൈസ് കുക്കറിനകത്ത് അടച്ച് കഴിയുമ്പോൾ റൈസ് കുക്കറിനകത്ത് എടുത്ത് വെക്കും. അത് കഴിയുമ്പോഴെടുത്ത് ഊറ്റുന്നത്. 2 മണിക്കൂർ ഇരിക്കണം. 7 മണിയാകുമ്പോഴത്തേക്ക് പൊതി റെഡിയാവണം. അപ്പം മീൻകറി പറ്റി. മീൻ വറക്കാൻ മീനൂടെ വറുത്താൽ മതി. ഇപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിയും. പിന്നെ കുറേ പാത്രമുണ്ട് കഴുകാൻ രാവിലത്തേൻ്റെ. അതേ ഉള്ളൂ. അപ്പം എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ, എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ, വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.